നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോള് പേടിക്കണ്ടടാ. ഈ കേസിൽ ഇനി ലോക്കറ്റിന്റെ പേരിൽ നിന്നെ പ്രതിയാക്കാൻ ദക്ഷയ്ക്ക് കഴിയില്ല. എടാ, ഒരു ഒറ്റ രാത്രി കൊണ്ടല്ലേ ഞാൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെടുത്തത്. അച്ഛൻ അതുകൊണ്ട് വേഗം ഇങ്ങ് വാ. അതെന്റെ കയ്യിൽ കിട്ടിയാലേ എന്റെ ചങ്കടിപ്പ് മാറൂ. ഞാൻ ഇത്ര നേരം അനുഭവിച്ചൊരു ടെൻഷൻ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. വേഗം വാ. ഹലോ ഹലോ അച്ഛാ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? നാശം, മനുഷ്യരിവിടെ മുള്ളിന്റെ മുകളിൽ നിൽക്കുമ്പോഴാ റേഞ്ച് പ്രോബ്ലം. ഹലോ 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 ഹലോ. എടാ, ഇവിടെ റേഞ്ച് പോയതാ. ഒരു 20 മിനിറ്റ് ഞാൻ ഇപ്പോ അങ്ങെത്താം. എന്റെ അച്ഛ ഒന്ന് വേഗം വാ. ശരി. My God! Thank you. Thank you. കിട്ടി, കിട്ടി. എന്റെ ലോക്കറ്റ് കിട്ടി. കിട്ടി. ലോക്കറ്റ് കിട്ടി. കണ്ടില്ലേ, കണ്ടില്ലേ? ഇനി ആരും കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. രാജേട്ടന്റെ ലോക്കറ്റും കിട്ടി. ദേ, ഇപ്പൊ ഇവളുടെ ലോക്കറ്റും കിട്ടി. ഇനി ബാക്കിയുള്ളതേ നമ്മളുടെ മോന്റെയോ. ഈശ്വരാ, അവന്റെ ഭാവി ഇനി എന്താവും? ഇനി എങ്ങാനും അവനാണോ അത്? ഒന്നും മിണ്ടാതിരിക്കടി. ഏട്ടൻ ഓൾറെഡി പറഞ്ഞല്ലേ മാധവനാണോ വിക്കിക്കാണോ ലോക്കറ്റ് കൊടുത്തതെന്ന് ഓർമ്മയില്ലെന്ന്. അപ്പൊ ലോക്കറ്റ് മാധവന്റെ കയ്യിലാ ഉള്ളതെന്ന് ഷുവർട്ടി ഇല്ലല്ലോ. അപ്പൊ പിന്നെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ടെൻഷൻ ആക്കണ്ട. അപ്പോ 2 ലോക്കറ്റ് കിട്ടി. ഇനി ഒരെണ്ണം കൂടി കിട്ടണം. അത് മാധവന്റെ കയ്യിലാണോ വിക്കിയുടെ കയ്യിലാണോ എന്നുള്ളത് അതാണൊരു ഹീറാമുട്ടി. രണ്ടാളും ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്കിയേ. കുറച്ചു നാളായിൽ ഇത് തന്നിട്ട് എല്ലായിടവും ഒന്ന് നമുക്ക് അരിച്ചു പെറുക്കി നോക്കാം. എന്റെ ഓർമ്മയില് വലിച്ചൻ അങ്ങനെ ഒരു ലോക്കറ്റ് എനിക്ക് തന്നിട്ടില്ല. എന്നിട്ട് ഒരു പക്ഷേ എന്റെ ഓർമ്മയിൽ ഇല്ലാത്തതുകൊണ്ടാകുമെന്ന് കരുതി ഞാൻ മുറിയിലാകെ പരതി നോക്കി. എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. അപ്പൊ പിന്നെ അത് വിക്കിയുടെ കയ്യിലാണോ ഉള്ളത്? അത് ശരിയായിരിക്കും. മാധവന്റെ കയ്യിൽ ലോക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെ സംശയിക്കണ്ട. ചേട്ടൻ അത് കൊടുത്തത് വിക്കിക്ക് തന്നെയായിരിക്കും. ഞാനും അത് നോക്കി. പക്ഷെ മുറിയിൽ തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എങ്ങും അത് കണ്ടില്ല. ഞാൻ ഇത്ര ആലോചിച്ചിട്ടും അച്ഛൻ അത് എന്റെ കയ്യിൽ തന്നിരുന്നോന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല. പെട്ടല്ലോ. ലോക്കറ്റ് മിക്കവാറും വിക്കിയുടെ കയ്യിലുണ്ടാവും. എങ്കിലത് എത്രയും വേഗം ഇവിടെ എത്തിക്കണം. ഞാൻ എന്തായാലും എന്റെ മുറിയിൽ ഒന്നുകൂടെ നോക്കട്ടെ. അത് വിക്കിയുടെ മുറി തന്നെ ഉണ്ടാവുന്നേ. എന്തായാലും വിക്കി ഉള്ളപ്പം ഏട്ടനത് മാധവന് കൊടുക്കാനുള്ള ചാൻസ് ഇല്ലല്ലോ. അതെന്താ ജലജി അങ്ങനെ ഒരു വർത്താനം? വിക്കിയെയും മാധവനെയും ഞാൻ ഇന്നേ വരെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ചന്ദ്രമോഹൻ എനിക്ക് ആരാണ്? എന്റെ കൂടെ പിറപ്പ്, എന്റെ ചോര. അപ്പൊ പിന്നെ അവന്റെ മകൻ എനിക്കും മകനല്ലേ? ചേട്ടാ, അത് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും പറഞ്ഞല്ല. ഇന്നേവരെ ഏട്ടനോട് അരുതാത്ത എന്തെങ്കിലും ഇവള് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവള് പറയില്ല. അവൾ എന്നേക്കാൾ കൂടുതൽ ബഹുമാനിക്കുന്നത് ഏട്ടനെ.
ലോക്കറ്റ് വിക്കിക്ക് കൊടുക്കാനാണ് കൂടുതൽ സാധ്യത എന്നാ അവൾ ഉദ്ദേശിച്ചത്. ആ അതെ അതെ. ആ വിക്കി അല്ലെങ്കിൽ മാധവ്, ഇതിൽ ആർക്ക് കുറി വീഴുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവര് ആ ദക്ഷയ്ക്കാണെങ്കിൽ പ്രതിയെ നമ്മുടെ കുടുംബത്തിൽ തന്നെ വേണമെന്ന ഒരു വാശി പോലെയാ. ചക്കപ്പഴം കണ്ട പറവയെ പോലെ ഇവിടെ മാത്രം ചുറ്റിത്തിരിഞ്ഞ് നടക്കുക അവര്. ആ ഒരു ലോക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വിക്കയും മാധവിനെയും ആ പെണ്ണുമ്പിള പൊക്കിക്കൊണ്ടുപോയി ടോർച്ചർ ചെയ്യുമെന്ന എന്റെ പേടി. അയ്യോ, വേണമെങ്കിൽ അവൾ അതും ചെയ്യും. എനിക്ക് പേടിയാവുന്നു. അമ്മ എന്തിനാ ഭയക്കുന്നേ? ചെയ്യാത്ത കുറ്റത്തിന് ആർക്കും ആരും ശിക്ഷിക്കാൻ പറ്റില്ല. പിന്നെ പോലീസായിട്ട് കാക്കിയിട്ട് നടക്കുന്നവരിൽ ഒരുപാട് പേരെ എനിക്കും അറിയാം. അങ്ങനെ കുറ്റം ചെയ്യാതെ കുറ്റം എന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ഞാനും പ്രതികരിക്കും. നിയമപരമായി ഏതൊരു ഇന്ത്യൻ പൗരനും അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകുന്നുണ്ട്. എന്റെ നിരപരാധിത്വം അത് ഞാൻ തെളിയിക്കും. ചാച്ചൻ, ഞാനിപ്പോ തിരിച്ചു വിളിക്കാമേ. ആ പറയ്. ആ ചാച്ചാ, അതെ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ലോക്കറ്റിന്റെ കാര്യം. അത് അവന്റെ കഴുത്തിലുണ്ടോന്ന് ചാച്ചനൊന്ന് നോക്കണം. അത് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ പണി പാളിയെന്ന് വരും. ഓ, നമ്മളെല്ലാവരും ഇത്രയും നാളും റിസ്ക് എടുത്ത് ചെയ്തതെല്ലാം വെറുതെ ആവും. ആ ദക്ഷയാണെങ്കിൽ എല്ലാവർക്കും 24 മണിക്കൂർ സമയം കൊടുത്തിരിക്കുക. അതിനുള്ളിൽ ആ 3 ലോക്കറ്റുകളും അവളെ കാണിക്കണമെന്ന അവളുടെ സുഗ്രീവാജ്ഞ. ഓഹോ, ആരുടെ കയ്യിൽ ലോക്കറ്റ് ഇല്ലയോ അവരാണ് അത്ര കൊലയാളി. അതാ ഞാൻ പറഞ്ഞത് ചാച്ച, അവന്റെ കഴുത്തിൽ ആ ലോക്കറ്റ് ഉണ്ടോന്ന് ചാച്ചനൊന്ന് നോക്കണം. നീ ടെൻഷൻ അടിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ചാച്ച, രക്ഷപ്പെട്ടു. ആ വിക്കിയുടെ കയ്യിലേ അതുണ്ട്. താങ്ക് ഗോഡ്, രക്ഷപ്പെട്ടു. എന്നാലും ഇക്കാര്യം നമ്മൾ ഇത്രയും നാളും ശ്രദ്ധിച്ചില്ലല്ലോ ചാച്ച. ഈ നാളിതുവരെ അതിന്റെ ആവശ്യം നമുക്കില്ലായിരുന്നല്ലോ. അവന് മാലയുണ്ടോ, ലോക്കറ്റുണ്ടോ, വേറെന്തെങ്കിലും ഉണ്ടോ, ഇതൊന്നും നോക്കേണ്ട ആവശ്യം നമുക്കില്ലായിരുന്നല്ലോ. അവന്റെ കഴുത്തി കിടക്കുന്ന ലോക്കറ്റിന് ഒരു പെങ്കൊച്ചിന്റെ ജീവന്റെ വിലയും നിന്റെ ജീവിതത്തിന്റെ വിലയും ഉണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? ചാച്ച, ദേ എത്രയും വേഗം അതെന്റെ കയ്യിലെത്തണം. സമയത്തിന് അതെന്റെ കയ്യിലെത്തിയില്ലെങ്കിലേ പിന്നെ എല്ലാം മാറി മറിയും. പോയി കഴിഞ്ഞ വണ്ടിക്ക് കൈ കാണിച്ച പോലെ ആയിരിക്കും പിന്നെ കാര്യങ്ങളുടെ അവസ്ഥ. അവര് ആ ദക്ഷ വരുന്നതിന് മുൻപ് അതെന്റെ കയ്യിലെത്തണം. നീ ടെൻഷനാകണ്ട. ഏതു വിധത്തിലും ലോക്കറ്റ് നിന്റെ കൈകളിൽ സമയബന്ധിതമായി തന്നെ എത്തിയിരിക്കും. ഇത് ചാച്ചന്റെ വാക്കാ. ഓക്കെ, താങ്ക് യു ചാച്ച. എനിക്കറിയായിരുന്നു ചാച്ചൻ കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്ന്. ചാച്ച, ദക്ഷ വരുന്നുണ്ട്, ഞാൻ വിളിക്കാവേ. ഓക്കെ എന്നാ വെച്ചോ. പക്ഷേ എന്തുകൊണ്ടാണ് അവരത് പുറത്തു പറയാൻ, അറ്റ്ലീസ്റ്റ് അന്വേഷണ ഉദ്യോഗസ്ഥയായ എന്നോട് പോലും അത് പറയാൻ മടിക്കുന്നത് എന്താണെന്ന്
എത്ര ചിന്തിച്ചിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷേ ഞാൻ കണ്ടെത്തേണ്ടുന്ന റിയൽ ക്രൈമും അതാകും. അവിടേക്കെത്താനാണ് ഞാൻ അവളെ ഫ്രീ ബേഡായി വിട്ടിരിക്കുന്നത്. ഞാൻ പിന്നാലെ തന്നെ ഉണ്ടെന്ന് അവൾ തിരിച്ചറിയേയില്ല. അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്, അവൾ എന്റെ ചൂണ്ടയിൽ കൊത്തൂന്ന്. ഓ മനസ്സിലായേ. എന്താണോ ഇത്രനാൾ അവർ ഇരുവരും എന്നിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചത്, ആ ക്രൈം എന്ത് തന്നെ ആയാലും വിത്തിൻ ഫ്യൂ ഡേയ്സ് ഞാൻ കണ്ടെത്തിയിരിക്കും. ഇത് CI ദക്ഷ ഷൺമുഖിന്റെ ചലഞ്ചാ. ചലഞ്ച്. ആ ഞാൻ ഉടനെ എത്താന്നേ. ദാ ഇറങ്ങാൻ പോവാ. ഏയ് ഇല്ലില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ദാ ഇറങ്ങുക. ഇവളിത് ഇത്ര തിടുക്കത്തിൽ എവിടെ പോവാ? അല്ല, ആരോടെ ഇവള് സംസാരിക്കുന്നത്? എന്തോ പദ്ധതിയായിട്ടാണല്ലോ ഇവള് ഇറങ്ങിയിരിക്കുന്നത്. ഇവളെ ഒറ്റയ്ക്ക് വിടുന്നത് ബുദ്ധിയല്ല, കൂടെ പോയേക്കാം. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പോലെ തന്നെ എല്ലാം നടക്കണം. ഒന്നും പാളി പോരുത്. എന്ത് പാളിപ്പോകുന്ന കാര്യം ഇവള് പ്ലാൻ ചെയ്യുന്ന? കൂടെ പോയി നോക്കാം. നിന്നെ അങ്ങനെ വിടില്ല അഞ്ജലി മോളെ. ആണോ? ആ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആ പവർ ഓഫ് അറ്റോണിയുടെ കാര്യം വല്ലതാണോ ഈ പറയുന്നത്? ചിലപ്പോ പണി തരും. വിടരുത്, ഇവളെ വിടരുത്. ഒരു 20 മിനിറ്റ്, അപ്പോഴേക്കും ഞാൻ അവിടെ എത്തും. നിങ്ങളവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഓ വിടാവടി നിന്നെ ഞാൻ. വാ ഇങ്ങോട്ട് വാ, കാണട്ടെ നീ ഒറ്റയ്ക്ക് പോകുന്ന. എങ്ങോട്ടാണ് അണിഞ്ഞൊരുങ്ങി? സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താ ഒരു ഭംഗി, എന്താ വശ്യത. എന്താണ് ഭയങ്കര സന്തോഷമുണ്ടല്ലോ മുഖത്ത്. ദാ വരുന്നു, വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ ഫോണിൽ പറയുന്നത് കേട്ടല്ലോ. ആരോടായിരുന്നു ആ ഡയലോഗ്? അത് എന്റെ ഒരു ഫ്രണ്ടാ. ഓ ഫ്രണ്ടാണോ? അല്ല, തന്റെ ഫ്രണ്ടിനെ ഞാനും കൂടി ഒന്ന് കണ്ടോന്ന് കരുതി കുഴപ്പമല്ലോ ഉണ്ടോ? അല്ല, അത് വിക്കി ഇവിടെ നിന്നാ മതി. ഞാൻ 1 മണിക്കൂറിനകം തിരികെ വരുന്നേ. ഏയ് 1 മണിക്കൂറാ? അതൊന്നും പറ്റൂല. 1 മണിക്കൂറിന് എനിക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ തനിച്ചിരിക്കുന്നത് ഭയങ്കര ബോറല്ലേ അഞ്ജലി? വരണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല, ഇവിടെ എങ്ങനെ ഇരുന്നാ മതി. അതെ, നിന്റെ ഈ ഓർഡർ ഇടയിലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാനാണോ നിന്റെ കഴിച്ച് താലി കെട്ടിയത്, അതോ നീ എന്നെയാണോ താലി കെട്ടിയത്? അല്ല, ഞാൻ നിന്റെ ഹാപ്പി ഹസ്ബൻഡ് അല്ലേ? ഒരു താലി, ഭർത്താവ്. വഴിന്ന് മാറിക്കേ, എനിക്ക് പോണം. ഞാനും സ്കൂട്ടർ എടുത്ത് പുറത്തു പോകാൻ തുടങ്ങായിരുന്നു. അപ്പോഴാണ് താൻ ചാവി എടുത്തോണ്ട് വരുന്നത്. സാരമില്ല, നമുക്ക് ഒരുമിച്ചങ്ങ് പോവാലോ. എന്റെ കാര്യവും നടക്കും, തന്റെ കാര്യവും നടക്കും. അല്ല, എനിക്ക് ബാങ്ക് വരെ, അല്ല എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോണായിരുന്നു. അത്യാവശ്യം. വിക്കി വേണമെങ്കിൽ കാർ എടുത്ത് പൊയ്ക്കോ. അതെന്തിനാ അഞ്ജലി? നമ്മള് ഒരു വഴിക്കല്ലേ പോകുന്നേ, നമുക്ക് ഒരുമിച്ചങ്ങ് പോവാന്നേ. ഇനിയിപ്പോ ട്രാഫിക് ബ്ലോക്കിന്റെ ഇടയിൽ കാർ ഓടിച്ച് വെറുതെ എന്തിനാ തലവെരിപ്പിക്കുന്നേ? 2 വീലർ ആവുമ്പോ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങ് പോവാലോ. ഞാൻ പറഞ്ഞു എന്റെ ആവശ്യം. അതെനിക്ക് ലേറ്റ് ആക്കാൻ പറ്റില്ല. വേണ്ട, ലേറ്റ് ആവണ്ട. നിന്റെ ആവശ്യം കഴിഞ്ഞ് ഞാൻ പറയുന്നിടം വരെ നീ എന്നൊന്ന് വിട്ടാ മതി. എനിക്കൊരു ധൃതിയുമില്ല. ഇതാ ഞാൻ ഓടിക്കാം. വേണ്ട, ഞാൻ ഓടിച്ചോളാം. അഞ്ജലി, എന്താ അഞ്ജലി? നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നല്ലോ. വണ്ടി ഓടിക്കുമ്പോ ടെൻഷൻ ഒന്നും പാടില്ല. മൈൻഡേ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പണി മേടിക്കേ. ഡേ, ഈ ഹെൽമെറ്റ് വെച്ചേ, എന്നിട്ട് ഓടിക്കേ. അഞ്ജലി, നിനക്ക് എന്താ ഇത്ര ടെൻഷൻ? അത് ഒന്നുമില്ല, ഒരു ടെൻഷനും എനിക്കില്ല. ഈ കാറ്റടിച്ചിട്ട് താൻ വിയർക്കുന്നുണ്ടല്ലോ. അത് ഈ ചൂടിന്റെയാ. എന്നിട്ട് എനിക്കൊരു പ്രശ്നമില്ലല്ലോ, ഞാൻ വിയർക്കുന്നില്ലല്ലോ. അതല്ല, എന്തോ കാര്യമുണ്ട്. അതാണ് അഞ്ജലിക്ക് ഇത്ര ടെൻഷൻ. അതുറപ്പാ. ഞാനൊരു സാധാരണ പെണ്ണ. ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന പിന്നെ ടെൻഷൻ വരാതിരിക്കുമോ? എനിക്കുമില്ലേ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ. ഇവളെന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്.
എന്തായിരിക്കും അത്? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. എനിക്കിട്ട് വല്ല കത്രികപ്പൂട്ടാണോ ഇവള് പ്ലാൻ ചെയ്യുന്നത്? എന്താ എന്തു പറ്റി അഞ്ജലി? ഏയ് വേണ്ട വേണ്ട. ആരായിരുന്നു? അഞ്ജലിക്ക് എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടോ? എന്ത് മറച്ചു വെക്കാൻ? അല്ല, അഞ്ജലിയുടെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാലേ തന്നെ ആരോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ. ആര് വെയിറ്റ് ചെയ്യാനാ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. വിക്കി എല്ലാ സംശയത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുന്നുണ്ടാ ഇങ്ങനെ തോന്നുന്നു. എന്നെ ആരും വെയിറ്റ് ചെയ്യുന്നുമില്ല, ഞാൻ ആരെയും കാണാനും അല്ല പോകുന്നത്. ആ ശരി ശരി ആയിക്കോട്ടെ. എന്നാലേ ഞാൻ ഓടിക്കാം, താൻ പുറകെ ഇരിക്കാം കേട്ടോ. കേറ്. പോവാം. അഞ്ജലി, ഇത് നമ്മുടെ ബാങ്ക് അല്ലേ? നമ്മളെന്തിനാ ഇവിടെ വന്നേ? അത് ലോക്കറിൽ നിന്നൊരു സാധനം അല്ല, എനിക്ക് അക്കൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോ ലോക്കറിൽ എന്തോ കാര്യമായി ഇവള് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം സത്യം അറിയാതെ ഇവള് പറഞ്ഞു, പിന്നീട് പറഞ്ഞത് തിരുത്തി. എന്തായിരിക്കും ഇവള് ലോക്കറിൽ വെച്ചിരിക്കുന്നത്? എന്താ വിക്കി ചിന്തിച്ചു കൂട്ടുന്നത്? ഏയ്, ഞാൻ എന്ത് ചിന്തിക്കാൻ? ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വെറുതെ. ശരി, ഞാൻ എന്തായാലും ബാങ്കിലൊന്ന് കയറിയിട്ട് വരാം. വിക്കി ഇവിടെ നിൽക്ക. ആ ഏയ് അഞ്ജലി, അല്ല എന്താ ഫോണും ബാഗും ഒന്നും വേണ്ടേ? തിടുക്കത്തിനിടയിൽ ഞാൻ എടുക്കാൻ മറന്നുപോയതാ. താങ്ക് യു. ഇത്ര തിടുക്കത്തിൽ തലകാല ബോധം മറന്നിവള് പോണമെങ്കിൽ ആ ലോക്കറിൽ അത്രയ്ക്ക് വിലപ്പെട്ട എന്തോ ഒന്നുണ്ട്. ഇനിയൊരു പക്ഷേ വിക്കിയുടെ അച്ഛൻ അവനെഴുതിയ പവർ ഓഫ് അറ്റോണി വല്ലതും വേറെ ഉണ്ടോ? അതായിരിക്കും ഇത്ര ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി എന്ത് കുന്തോ ആയാലും കണ്ടുപിടിച്ചേ പറ്റൂ. ഇനി എന്നെ കൊടുക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കും അതിനുള്ളിൽ. എന്തെങ്കിലും വാല്യബിൾ ആയിട്ടുള്ളതായിരുന്നെങ്കിൽ എന്നെ ഒഴിവാക്കിയിട്ട് അവളിവിടെ വരുമായിരുന്നുള്ളൂ. ആകെ മൊത്തം ഒരു പന്തുകേട് മണക്കുന്നുണ്ടല്ലോ. അല്ല എന്തു പറ്റി? പുറത്ത് നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങ് പോന്നോ? ഞാനവിടെ ഒറ്റയ്ക്കുന്നപ്പോ എനിക്ക് ബോറടിച്ചു, അതാ. അല്ല, ഞാനിവിടേക്ക് വന്നത് അഞ്ജലിക്ക് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ആ ദേ ഇപ്പൊ കഴിയും. ഹായ് വിക്കി. ആ, കൺഗ്രാചുലേഷൻസ്. എനിക്ക് മനസ്സിലായില്ല. ഇനി ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ വിക്കിയാണ് നോക്കുന്നതല്ലേ? രാജ്മോഹൻ സാർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. വിക്കിയുടെ പഴയ അക്കൗണ്ട് ഇപ്പോൾ ആക്റ്റീവ് അല്ലല്ലേ? നമുക്ക് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റിൻ്റെ ഫോർമാലിറ്റീസേ ഉള്ളൂ. ഏതായാലും വിക്കി ഇതുവരെ വന്നതല്ലേ, കൈയോടെ നമുക്കത് ശരിയാക്കിയേക്കാം. വിക്കിയുടെ തമ്പ് ഇംപ്രഷൻ ഒന്നുകൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. ആ തമ്പ് മെഷീനിങ് കൊണ്ടുവരൂ. അയ്യോ, പെട്ടെന്നാ തോന്നുന്നേ. തമ്പ് ഇംപ്രഷൻ എങ്ങനെ എടുക്കാനാ? എന്റെ തമ്പ് ആക്ടിവേറ്റ് ആവില്ലല്ലോ, അത് അവൻ്റെതല്ലേ, വിക്കിയുടെ. രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? എന്താ ചിന്തിക്കുന്നു? ഏയ് ഒന്നുമില്ല. പിന്നെ ഈ അഞ്ജലി ഒന്നിനു വേണ്ടിയും കാത്തിരിക്കില്ല. കൊട്ടിക്കലാശം നടത്തും ഞാൻ, ഓർത്തോ നീ? അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല.
ഞാൻ ചതിക്കില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക്. അഞ്ജലി, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങാതിരുന്ന ഇവിടെ ഉള്ളവർ എന്നെ സംശയിക്കൂലേ? അത് വേണോ? അത് വേണം. ഈ രാത്രി എന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും പിന്നെ നിനക്കെനിക്കെതിരെ പ്ലാനിങ്ങിന് ഒരവസരം തരാതിരിക്കാനും വേണ്ടിയാ ഇത്. എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കി ഇപ്പൊ പറയണം. അതങ്ങ് തീർത്ത് തന്നേക്കാം ആ ബുദ്ധിമുട്ടേ. അയ്യോ ഇല്ല, എന്ത് ബുദ്ധിമുട്ട്? എല്ലാം അഞ്ജലി പറയുന്ന പോലെ ചെയ്തോളാം. നിന്റെ ഈ അമിത വിനയം എനിക്ക് എന്തോ ഒരു പന്തികേടായിട്ടാ ഫീൽ ചെയ്യുന്നത്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അയ്യോ ഒന്നുമില്ല അഞ്ജലി, പ്ലീസ് ബിലീവ് മീ. എന്നൊന്ന് വിശ്വസിക്കേ. ഞാൻ പിടിക്കപ്പെട്ടു. ഇനി എനിക്ക് ഈ പൊല്ലാപ്പിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതി. ആ ചിന്തയുണ്ടായാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിലേ ഇതിനൊക്കെ വിപരീതമായ ഫലങ്ങളായിരിക്കും സംഭവിക്കുക. ദാ ഇത് കഴിച്ചോ. എന്താ ഇത്? ഉറക്ക ഗുളിക. ഉറക്ക ഗുളിക കഴിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങ്. ഈ രാത്രി എനിക്ക് വളരെ വിലപ്പെട്ടതാ. നാളെ പുലർച്ചെ നമ്മൾ എന്റെ വിക്കിയുടെ അടുത്തെത്തുന്നത് വരെ എന്റെ രക്ഷയും പിന്നെ നീ രക്ഷപ്പെടാതിരിക്കാനും ഞാൻ എന്തെങ്കിലും ഒരു മുൻകൈ എടുക്കണമല്ലോ. ഈ ഒരു രാത്രി നിന്നെ വിശ്വസിച്ച് എന്റെ ശ്രദ്ധയൊന്ന് പാളിയാ പിന്നെ എന്റെ ശ്രമം എല്ലാം വിഫലമാവും. ഒരു പോള കണ്ണ് ഞാൻ അടച്ചാ നീ രക്ഷപ്പെടും. എന്റെ വിക്കിക്ക് നീ അപകടവും വരുത്തും. പാർവതീദേവി കാളകൂടെ വിഷം വിഴുങ്ങിയ മഹാദേവന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു രാത്രി മുഴുവൻ തപസ്സിരുന്ന ശിവരാത്രി നീ കേട്ടിട്ടില്ലേ? ഈ രാത്രി എനിക്ക് ശിവരാത്രിയാ, എന്റെ വിക്കിയുടെ രക്ഷയ്ക്ക് വേണ്ടി. അതിന് നീ ഈ ടാബ്ലറ്റ് കഴിച്ചേ മതിയാവൂ. നാളെ നിന്റെ വിക്കിയെ കാണുന്നതിന്റെ ത്രില്ലാണെന്ന് തോന്നല്ലോ. ഓക്കെ, അപ്പോ നമ്മൾ നാളെ വിക്കിയെ കാണുന്നു. പിന്നെ കൂടുതൽ ചതുരിച്ച വാക്പായിട്ടൊന്നും വേണ്ട. ഞാൻ ത്രില്ല് അടിക്കോ അടിക്കാതിരിക്കോ അതൊന്നും നിന്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞതനുസരിക്കുന്നോ അതോ? കഴിച്ചു. എന്നാലും അഞ്ജലിയെ സമ്മതിച്ചെന്നിരിക്കുന്നു. എന്താ ഒരു ദീർഘവീക്ഷണം, പ്ലാനിങ്. ഞാൻ ഒരു തവണ പറഞ്ഞു, നീ ഒരുപാട് എന്നെ അങ്ങ് പൊക്കല്ലേ. നിന്റെ ഈ വളിച്ച കോമഡി കേട്ട് സുഖിക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ. കിടക്ക്. ഇവിടെ കിടന്ന് മര്യാദയ്ക്ക് ഉറങ്ങ്. ഗുഡ് നൈറ്റ്. അല്ല, ഈ വെളുപ്പാങ്കാലത്ത് പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് നീ എവിടേക്കാ? ഒരുങ്ങാൻ ഒരു 10 മിനിറ്റ് പോരെ? ആർക്കൊരുങ്ങാൻ? മുത്തശ്ശന്. നമ്മളൊരു യാത്ര പോകുന്നു. എവിടേക്ക്? അതൊന്നും പ്രീ പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് തോന്നുന്നിടത്തേക്ക് എല്ലാം പോവാം. മുത്തശ്ശൻ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടിട്ട് നടത്തിയില്ലെന്ന് വേണ്ടല്ലോ. മുത്തശ്ശന്റെ സന്തോഷമാ എന്റെയും സന്തോഷം, മുത്തശ്ശന്റെ ഇഷ്ടമാ എന്റെ ഇഷ്ടം. സോ കം ഓൺ ഫാസ്റ്റ് ഓൾഡ് മാൻ. എനിക്കൊരു 20 മിനിറ്റ് തരണം, ഞാൻ റെഡി. എന്തേ? പിന്നെ പുറപ്പെടും മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറി ഐശ്വര്യമായിട്ട് യാത്ര തുടങ്ങാം. ഓക്കെ? ഓക്കെ, ഡൺ. എന്റെ അർത്ഥനാരീശ്വര ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേൾക്കണേ. എന്റെ മനസ്സൊന്ന് കാണണേ. ഈ പ്രതിസന്ധിയിൽ നിന്നും എന്നെ ഒന്ന് കരകയറ്റണേ.
എന്റെ വിക്കിയെ നീ കാത്തുരക്ഷിക്കണേ. ഒരാപത്തും വരുത്താതെ സുരക്ഷിതനായി താലി കെട്ടി എന്റെ പുരുഷനെ നീ തിരികെ തരണേ. ഞാൻ നിനക്ക് നിറമാല സമർപ്പിച്ചോളാം എന്റെ ഭഗവാനെ. ദേവി, നീ തന്നെ ശരണം. ആശ്രിത വത്സലെ, നീ തന്നെ തുണ. ദേവി, നീ തന്നെ ശരണം. ആശ്രിത വത്സലനെ, നീ തന്നെ തുണ. വാ. മുത്തശ്ശി, അവനിലെ ആ അപരൻ എന്റെ മുമ്പിൽ പൂർണ്ണമായും കീഴടങ്ങിയ മട്ട. ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ, പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോ അവന്റെ മുഖഭാവമൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ഇഞ്ചി തിന്ന കൊരങ്ങനെ പോലെ. ഞാൻ അവനെ ഒരിക്കലും തുറക്കാത്ത മാന്ത്രിക പൂട്ടിട്ട പൂട്ടിയത്. അവൻ വീണു. എന്റെ തന്ത്രത്തിൽ അവൻ വീണു. എനിക്ക് ആ ബാങ്കിൽ തമ്പ് ഇംപ്രഷന്റെ കാര്യത്തിൽ അവന്റെ തമ്പ് ചെയ്യിക്കാൻ തോന്നിയ ബുദ്ധിയ അവനെ കുടുക്കിയത്. ഒരു ഡോക്യുമെന്റ് ലോക്കറിലുണ്ടെന്ന് ഞാൻ വെറുതെ തള്ളി അങ്ങ് വിട്ടു. അതുകൊണ്ടാ അവൻ എന്റെ വലയിൽ വീണത്. ലോക്കറിൽ എന്തോ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുണ്ടാവുന്ന കരുതിയാ അവൻ എന്റെ കൂടെ ബാങ്കിൽ വന്നത്. അല്ലാതെ തമ്പെന്നോ മറ്റോ പറഞ്ഞിരുന്നെങ്കിൽ ആ വഴിക്ക് അവൻ എന്റെ ഒപ്പം വരില്ലായിരുന്നു. എന്തായാലും മിഷൻ സക്സസ്. അങ്ങനെ സക്സസ് ആയിന്ന് പറയാൻ വരട്ടെ. അവൻ കീരിയാ, വെറും കീരിയല്ല, ചെങ്കീരി. അവസരം കിട്ടിയ അവൻ തിരിച്ചു കടിക്കും. അവൻ സന്ദർഭത്തിൽ ബാങ്ക് മാനേജറുടെയും പിന്നെ നിന്റെയും മുന്നിൽ കുടുങ്ങിപ്പോയതാ. ആ ഒരു നിമിഷത്തിൽ അവന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു ഉപാധി നീ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ സറണ്ടറായിന്ന് അവൻ നിന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാവും. സൂക്ഷിക്കണം, കരുതലുണ്ടാകണം. ഇനിയുള്ള ഓരോ നിമിഷവും അർദ്ധനാരീശ്വരൻ നമ്മളെ രക്ഷിക്കും. ആഹാ, കൊള്ളാലോ. ഇന്നെന്താ പ്രത്യേകത? സദ്യ വിട്ട് ഒരുക്കുന്നതിന്റെ മണം കിട്ടിയല്ലോ. അഞ്ജലി പറഞ്ഞിട്ടാ സദ്യയും പായസവും ഒക്കെ വേണോന്ന്. അതെന്താ, ഇന്ന് അഞ്ജലിയുടെ ബർത്ത്ഡേ മറ്റോ ആണോ? അതൊന്നുമല്ല, ഇന്ന് ഈ വീട്ടിലെ എല്ലാവർക്കും ഒരു സർപ്രൈസ് തരുമെന്നാ അവള് പറഞ്ഞിരിക്കുന്നെ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അത് സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുക അവള്. ഷടാ, ഇവളിത് എന്ത് സസ്പെൻസാ ഇപ്പൊ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നെ? ഞാനറിയാത്ത എന്ത് കാര്യമായി വീട്ടിലുള്ളത്? ഇനി അവളെങ്ങനെ ക്യാരിയിങ് ആയിരിക്കോ? എന്താ നീ ആലോചിച്ചു നിൽക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എന്ത് സസ്പെൻസ് ആയിരിക്കും ഞാൻ ചിന്തിച്ചതായിരുന്നു. അതൊന്നും അറിയില്ല. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ മുഖത്ത് ഒരു രക്തപ്രസാദം കണ്ടു. ഇത്രയും നാളും എന്തോ ഒരു മാനസിക പ്രശ്നം അവളെ അലട്ടിയിരുന്നു. അതിപ്പോ ഇല്ലാതായിരിക്കുന്നു എന്നാ എന്റെ ഒരു തോന്നല്. ഇത്ര പുലർച്ചെ എഴുന്നേറ്റ് അവൾ ഉത്സാഹത്തോടെ ക്ഷേത്രത്തിലേക്ക് പോയതും ഏതോ ഒരു വലിയ സന്തോഷത്തിന്റെ ഭാഗമാ. എന്നാലും അഞ്ജലി നിങ്ങളോട് കാര്യം എന്താണെന്നതിനെ പറ്റി ഒരു സൂചനയും തന്നില്ലേ? ഇല്ലെന്നേ. അവളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നമ്മൾ എങ്ങനെ അറിയാനാ? എന്റെ ബലമായ സംശയം ഇനി അവള് പ്രഗ്നന്റ് ആണോ എന്നുള്ളതാ. രാവിലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം തൊട്ടപ്പോ ഒരു സുഖം. വിക്കി തിരിച്ചു വരുന്ന ദിവസം ആയതുകൊണ്ടാവും അഞ്ജലിക്ക് ഒരു മുഖപ്രസാദം. നിങ്ങൾക്കിടയിലെ ഗ്യാപ്പ് ഇന്നത്തോടെ അവസാനിക്കുകയാണല്ലോ. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. വാ, നമുക്ക് പോവാം വിക്കിയുടെ അടുത്തേക്ക്. പോവാം, പക്ഷെ അഞ്ജലി എന്റെ ഫോൺ മേടിച്ചു വെച്ചിരിക്കുന്നതിൽ എനിക്ക് ആരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചാച്ചനുള്ളപ്പോ നമ്മൾ അവിടെ എത്താൻ പാടില്ല, അത് അപകടമാണ്. ഞാൻ തന്റെ കൂടെ കൂടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അയാൾ എനിക്കിട്ടും പണി തരും. കണ്ണിച്ചോറില്ലാത്തവനാ.